Retinoscopy. It is an objective method of finding out the refractive error by utilizing the technique of neutralization. Neutralization ടെക്നിക്കിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് റിഫ്രാക്റ്റീവ് എറേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഒബ്ജക്റ്റീവ് മെത്തേഡാണ് ഈ ഒരു റെറ്റിനോസ്കോപ്പി എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ: When light is reflected from a mirror into the eye, the direction in which the light will travel across the pupil will depends upon the refractive state of the eye. റെറ്റിനോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഇപ്പോൾ ഒരു മിററിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റ് നമ്മുടെ പ്യൂപ്പിളിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നത് ആ ഒരു ഡയറക്ഷൻ, ആ ഒരു ലൈറ്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഐയുടെ റിഫ്രാക്റ്റീവ് സ്റ്റേറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രൊസീജിയറാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. The patient is made to sit one hand distance from the examiner in a dark room, working distance പവർ 1.50 ഡയോപ്റ്റർ. പേഷ്യൻറ്റിന് നമ്മൾ 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ, എക്സാമിനറിൽ നിന്നും 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ നമ്മൾ പേഷ്യൻറ്റിനെ ഒരു ഡാർക്ക് റൂമിൽ നമ്മൾ ഇരുത്തിയിട്ടാണ് ഈ ഒരു റെറ്റിനോസ്കോപ്പി പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ വരുമ്പോൾ നമ്മുടെ വർക്കിംഗ് ഡിസ്റ്റൻസിൻ്റെ പവർ എന്ന് പറയുന്നത് 1.50 ഡയോപ്റ്റർ ആയിരിക്കും. ദ പേഷ്യൻറ്റ് റൈറ്റ് ഐ ഷുഡ് ബി എക്സാമിൻ വിത്ത് ദ എക്സാമിനർ റൈറ്റ് ഐ വിത്ത് ദ റെറ്റിനോസ്കോപ്പ് ഇൻ റൈറ്റ് ഹാൻഡ് ആൻഡ് വേഴ്സ് വേഴ്സ. പേഷ്യൻറ്റിൻ്റെ റൈറ്റ് ഐ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് എക്സാമിനർ റൈറ്റ് ഐയും റൈറ്റ് ഹാൻഡും ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ലെഫ്റ്റ് ഐ ആണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സാമിനർ ലെഫ്റ്റ് ഹാൻഡും ലെഫ്റ്റ് ഐ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ടു ബിഗിൻ റെറ്റിനോസ്കോപ്പി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റെറ്റിനോസ്കോപ്പ്, ലൈറ്റ് ഈസ് ത്രോൺ ഓൺ ടു ദി പേഷ്യന്റ് ടെസ്റ്റിംഗ് ഐ. ദ പേഷ്യന്റ് ഈസ് ഇൻസ്ട്രക്റ്റഡ് ടു ലുക്ക് അറ്റ് ഡിസ്റ്റൻസ് 6 മീറ്റർ, ടാർഗറ്റ് 6/60. റെറ്റിനോസ്കോപ്പി പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഷ്യന്റിന് ടാർഗറ്റ് ആയിട്ട് കൊടുക്കുന്നത് 6 മീറ്ററിൽ 6/60 ലെറ്റർ ആയിരിക്കും നമ്മൾ പേഷ്യന്റിന് ടാർഗറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. ദെൻ ദ റെറ്റിനോസ്കോപ്പി ഈസ് മൂവ്ഡ് ഇൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെറിഡിയൻ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി മൂവിംഗ് റെറ്റിനൽ റിഫ്ലെക്സ് ആർ നോട്ടഡ്. പേഷ്യന്റിന്റെ ടെസ്റ്റിംഗ് ഐയിലേക്ക് നമ്മൾ ഈ ഒരു റെറ്റിനോസ്കോപ്പി എന്നിട്ട് റിഫ്ലെക്സ് നമ്മൾ അടിക്കുക. അങ്ങനെ ആ ഒരു റിഫ്ലെക്സിന്റെ മൂവ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോക്കുക. അതായത് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കൽ മെറിഡിയൻസിൽ നമ്മൾ റെറ്റിനോസ്കോപ്പിന്റെ റിഫ്ലെക്സിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു പേഷ്യന്റെ കണ്ണിൽ കാണുന്ന ഒരു റിഫ്ലെക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ ഇനി ഒബ്സർവേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആ ഒരു റിഫ്ലെക്സിന്റെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് റെഡ് റിഫ്ലെക്സ്. പേഷ്യന്റിന്റെ കണ്ണിൽ കാണുന്ന ഒരു റെഡ് റിഫ്ലെക്സിന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലോട്ടാണെന്നുള്ളതാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിലാദ്യം വരുന്നത് വിത്ത് മൂവ്മെന്റ് ആണ്. വിത്ത് മൂവ്മെന്റ് മീൻസ് നമുക്ക് ആ ഒരു റെറ്റിനോസ്കോപ്പിന്റെ ആ ഒരു ഇന്റർസെപ്റ്റിന്റെ മൂവ്മെന്റിനനുസരിച്ച് തന്നെ ആ ഒരു റെഡ് റിഫ്ലെക്സ് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വിത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. വിത്ത് മൂവ്മെന്റ് ആണ് പേഷ്യന്റിനെ കാണുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പേഷ്യന്റ് മേ ബി ഹൈപ്പർമെട്രോപ്പി ആയിരിക്കും. ഇപ്പോൾ പേഷ്യന്റിന് +2 പവർ നമ്മൾ വെച്ച് കൊടുത്തപ്പോൾ പേഷ്യന്റിന് അവിടെ ന്യൂട്രൽ ആയി എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു +2 ഡയോപ്റ്റേഴ്സിനെ നമ്മൾ വർക്കിംഗ് ഡിസ്റ്റൻസിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് +0.50 ഡയോപ്റ്റർ സ്ഫിയർ ആയിരിക്കും. സോ പേഷ്യന്റ് ഹൈപ്പർമെട്രോപ്പിക് ആണ്. ഇനി വരുന്ന വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് മയോപ്പിയ ലെസ് ദാൻ വർക്കിംഗ് ഡിസ്റ്റൻസ് പവർ. അതായത് ഇപ്പോൾ പേഷ്യൻറ്റിന് ന്യൂട്രൽ ആയത് ഒരു +0.75 വിചാരിക്കുക. അപ്പോൾ നമ്മൾ വർക്കിംഗ് ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക -0.75 ഡയോപ്ട്രിക് സ്ഫിയർ ആയിരിക്കും. സോ പേഷ്യൻ്റ് അവിടെ മയോപ്പിക് ആണ്. ഇനി വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് പേഷ്യൻ്റ് എമെട്രോപ്പിക് ആയിരിക്കും. അതായത് പേഷ്യൻ്റ് അവിടെ റിഫ്രാക്റ്റീവ് എറേഴ്സ് ഒന്നും തന്നെ ഇല്ല, പേഷ്യൻ്റ് നോർമൽ ആയിരിക്കും എന്നുള്ളതാണ് വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ പേഷ്യൻറ്റിന് ഒരു +1.50 ഡയോപ്റ്റർ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് അവിടെ ന്യൂട്രലായിട്ട് മെറിഡിയൻ നമുക്ക് അവിടെ ന്യൂട്രലായിട്ട് കിട്ടും. ദാറ്റ് മീൻസ് ഈ ഒരു +1.50 നിന്ന് 1.50 നമുക്ക് മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. സോ പേഷ്യൻറ്റിന് റിഫ്രാക്റ്റീവ് എറേഴ്സ് ഒന്നും തന്നെ ഇല്ല, പേഷ്യൻറ്റ് നോർമലാണ്. ഇപ്പോൾ നമുക്കവിടെ കാണുന്നത് എഗെയിൻസ്റ്റ് മൂവ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് എഗെയിൻസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെറ്റിനോസ്കോപ്പിൻ്റെ ഇൻ്റർസെപ്റ്റും പേഷ്യൻ്റ് പ്യൂപ്പിളിൽ കാണുന്ന ഒരു റിഫ്ലെക്സും എഗെയിൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ വരാവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മയോപ്പിയ മോർ ദാൻ വർക്കിംഗ് ഡിസ്റ്റൻസ് പവർ ആണ്. അതായത് ഇപ്പോൾ പേഷ്യൻറ്റിന് -0.50 ന്യൂട്രലായി എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു -0.50 വർക്കിംഗ് ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക -2 ഡയോപ്ട്രിക് സ്ഫിയർ ആണ്. സോ പേഷ്യൻ്റ് അവിടെ മയോപ്പിക് ആണ്, അതും വർക്കിംഗ് ഡിസ്റ്റൻസ് പവറിനെക്കാട്ടിയും ഹൈ ആയിട്ട് വരുന്ന ആ ഒരു പവറിൽ. നെക്സ്റ്റ് പറയുന്നത് നോ മൂവ്മെൻ്റ് ആണ്. നോ മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതായത് അവിടെ മൂവ്മെൻ്റ് ഒന്നും തന്നെ കാണുന്നില്ല, ഫുൾ ഗ്ലോ ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മയോപ്പിയ ഈക്വൽ ടു വർക്കിംഗ് ഡിസ്റ്റൻസ് പവർ ആണ്. അതായത് അവിടെ -1.50 ഡയോപ്ട്രിക് സ്ഫിയറിൽ പേഷ്യൻ്റ് മയോപ്പിക് ആണ്. നെക്സ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കുക ആ ഒരു റിഫ്ലെക്സിൻ്റെ ബ്രൈറ്റ്നെസ് ആയിരിക്കും, ബ്രൈറ്റ്നെസ് ഓഫ് റെഡ് റിഫ്ലെക്സ്. ഇപ്പോൾ ഒരു ബ്രൈറ്റ് റിഫ്ലെക്സ് ആണ് നമുക്കവിടെ കാണുന്നതെന്നുണ്ടെങ്കിൽ ലോ ഡിഗ്രി ഓഫ് റിഫ്രാക്റ്റീവ് എറർ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. റാപ്പിഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റും കൂടി നമുക്ക് അവിടെ പ്രസൻറ്റ് ആയിരിക്കും. സോ അവിടെ ഒരു സ്മോൾ ഡിഗ്രി ഓഫ് റിഫ്രാക്റ്റീവ് എറർ ആയിരിക്കും ഉണ്ടായിരിക്കും. ആൻഡ് ഡൾ റിഫ്ലെക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈ ഡിഗ്രി ഓഫ് റിഫ്രാക്റ്റീവ് എററും ആൻഡ് സ്ലോ മൂവ്മെൻറ്റ് ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കുക വിഡ്ത്ത് ഓഫ് റെഡ് റിഫ്ലെക്സ് ആയിരിക്കും. അതായത് ആ ഒരു റിഫ്ലെക്സിൻ്റെ വിഡ്ത്ത് നാരോ ആയിട്ടുള്ള റിഫ്ലെക്സ് ആണെന്നുണ്ടെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് റിഫ്രാക്റ്റീവ് എററും, വൈഡ് റിഫ്ലെക്സ് ആണെന്നുണ്ടെങ്കിൽ ലോ ഡിഗ്രി ഓഫ് റിഫ്രാക്റ്റീവ് എറേഴ്സ് ആയിരിക്കും പേഷ്യൻ്റ് അവിടെ പ്രസൻറ്റ് ആയിരിക്കും.